സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ ഹറമൈൻ എക്സ്പ്രസ് ട്രെയിനിൽ 10 ലക്ഷത്തിലധികം തീർത്ഥാടകർ യാത്ര ചെയ്തതായി റെയിൽവേസ് കമ്പനി അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് സീസണുമായി താരതമ്യം ചെയ്യുമ്പോൾ 42% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഹജ്ജ് സീസണിലെ ഹറമൈൻ എക്സ്പ്രസ് ട്രെയിൻ സംവിധാനം വൻ വിജയത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ വർഷമുണ്ടായതെന്നും റെയിൽവേ ചൂണ്ടിക്കാണിച്ചു. സൗദിയിലെ പാരിസ്ഥിതിക നിയമങ്ങൾ ലംഘിച്ച് വന്യമൃഗങ്ങളെ വേട്ടയാടിയതിനും സസ്യജാലങ്ങൾക്ക് തീയിട്ടതിനും 3 പേർ അറസ്റ്റിലായി. കിങ് സൽമാൻ റോയൽ നാച്ചുറൽ റിസർവിനുള്ളിൽ ലൈസൻസില്ലാതെ വേട്ടയാടിയതിന് ഫീൽഡ് പട്രോളിംഗ് ടീം അഹമ്മദ് സുലൈമാൻ മഖ്ബൂൽ അൽ ഷരാരി, സാഹിദ് ദൈഫ് അല്ലാഹ് മുസ്ലിം അൽ ഷരാരി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഖസീം പ്രവിശ്യയിലെ പൊതുഗതാഗത പദ്ധതിയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു. പൊതുഗതാഗത അതോറിറ്റി ചെയർമാൻ ഡോക്ടർ റുഹ്മൈ അൽ റുമൈന്റെ സാന്നിധ്യത്തിൽ മേഖലാ ഗവർണർ അമീർ ഫൈസൽ ബിൻ മിഷ്അലാണ് ബുറൈദ ഉനൈസ മേഖലയിലെ പൊതുഗതാഗത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലും പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും എളുപ്പമാക്കുന്നതിനും നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണിത്. പദ്ധതിയിൽ പൊതുഗതാഗത സേവനത്തിനായി 12 റോഡുകളും 73 ബസ്സുകളുമാണുള്ളത്. ബുറൈദ, ഉനൈസ എന്നിവിടങ്ങളിൽ 210 സ്റ്റോപ്പിംഗ് പോയിന്റുകൾ ഉണ്ടാകും. മേഖലയിലെ ജനങ്ങൾക്കും സന്ദർശകർക്കുമായി ദിവസം 18 മണിക്കൂർ ബസ് സർവീസ് ഉണ്ടാകും. രണ്ടാം ഘട്ടത്തിൽ മേഖലയിലെ മറ്റ് പട്ടണങ്ങളിലേക്കും ബസ് സർവീസുകൾ ആരംഭിക്കും. പദ്ധതി നടപ്പിലാക്കിയതിന് സൽമാൻ രാജാവിനും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും പ്രവിശ്യ ഗവർണർ പ്രദേശത്തെ ജനങ്ങളുടെ നന്ദിയും അഭിനന്ദനവും അറിയിച്ചു. സൊഹറിലുണ്ടായ വാഹനാപകടത്തിൽ കോഴിക്കോട് സ്വദേശി മരണപ്പെട്ടു. പയ്യോളി മമ്മദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം സൊഹർ സഫീർ മാളിന് സമീപത്ത് വെച്ച് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനം ഇടിക്കുകയായിരുന്നു. സൊഹറിലെ പ്രമുഖ ബേക്കറിയിലേക്ക് ജോലി ആവശ്യാർത്ഥം സന്ദർശക വിസയിലെത്തിയതാണ്. നാട്ടിൽ പോകുന്നതിന്റെ ഭാഗമായി സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. ഇദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണപ്പെട്ടതായി കണ്ടെത്തിയത്. രേഖകളൊന്നും കരുതാതെ പുറത്തേക്ക് പോയതിനാൽ ഇദ്ദേഹത്തെ തിരിച്ചറിയാനും വളരെയേറെ ബുദ്ധിമുട്ടി. അതേസമയം സൊഹർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സ്വകാര്യ സന്ദർശനത്തിനായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് യൂറോപ്പിലേക്ക് പുറപ്പെട്ടതായി ഒമാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മസ്കർ ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ കാറിന് തീപിടിച്ചു. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. അതേസമയം അപകട കാരണം വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ മുസന്നയിൽ കെട്ടിടത്തോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന നിരവധി കാറുകൾ കത്തിനശിച്ചിരുന്നു. SUV വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് തീപിടിച്ചത്. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ദിവസങ്ങൾക്കിടെ വിവിധ സ്ഥലങ്ങളിലാണ് തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഖരീഫ് കാലത്ത് തൊഴിൽ നിയമ ലംഘനങ്ങൾ ഒഴിവാക്കുന്നതിന് വ്യത്യസ്ത നടപടികളുമായി തൊഴിൽ മന്ത്രാലയം. ദോഫർ ഗവർണറേറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ഉൾപ്പെടെ നടത്തിവരുന്നത്. സുരക്ഷിതവും സുസ്ഥിരവുമായ തൊഴിൽ വിപണി പ്രദാനം ചെയ്യുകയാണ് ലക്ഷ്യമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഖരീഫ് മാസങ്ങളിൽ വാണിജ്യ പ്രവർത്തനങ്ങളും വിവിധ സേവനങ്ങളുമായി വ്യത്യസ്ത തൊഴിൽ മേഖലകളെയാണ് തുറക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് വിദേശികൾ പ്രവർത്തിക്കുന്നതായി നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒഴിവാക്കുന്നതിനാണ് മന്ത്രാലയം നടപടികളുമായി രംഗത്ത് വന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ പരിശോധന നടത്തി. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും നിർദ്ദേശങ്ങൾ നൽകുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങളിലും ഭക്ഷണശാലകളിലും മറ്റും തൊഴിൽ സ്ഥലങ്ങളിലും ഉൾപ്പെടെയായിരുന്നു അധികൃതരുടെ സന്ദർശനം. വരും ദിവസങ്ങളിലും പ്രത്യേകം ഉദ്യോഗസ്ഥരുടെ കീഴിൽ മേഖലയിൽ തുടർച്ചയായ പരിശോധനയുണ്ടാകും. അതേസമയം ഈ കാലയളവിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനുമതിയില്ലാത്ത വാണിജ്യ പ്രവർത്തനങ്ങളിലോ ജോലികളിലോ ഏർപ്പെട്ടിരുന്ന പ്രവാസികൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. പിടിക്കപ്പെട്ടാൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിക്കുന്നതിനുള്ള ശിക്ഷാ നടപടികൾക്കും വിധേയമാക്കും.
തൊഴിൽ വിപണി സുതാര്യമാക്കുന്നതിന് ഖരീഫ് സീസണിൽ തൊഴിലാളികൾക്ക് താൽക്കാലിക തൊഴിൽ പെർമിറ്റ് അനുവദിക്കാനും മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവഴി സ്ഥാപനങ്ങൾക്ക് പ്രവാസി തൊഴിലാളികളെ താൽക്കാലിക വിസയിൽ കൊണ്ടുവരുന്നതിന് അനുമതി ലഭിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം വിശദീകരിച്ചു. ഖരീഫ് കാലത്ത് വാണിജ്യ മേഖലയെ സജീവമാക്കുക ഇതുകൂടി ലക്ഷ്യം വെച്ചാണിത്. കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്ന സമയത്ത് ആവശ്യമായ സേവനങ്ങളും വാണിജ്യ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ പ്രവാസി തൊഴിലാളികളുടെ സാന്നിധ്യം ഗുണം ചെയ്യും. ഇത് തൊഴിലുടമകളെ സഹായിക്കും. ഖരീഫ് കാലത്ത് ധോഫാറിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് സൗകര്യമൊരുങ്ങും. നിരവധി പ്രവാസികൾക്ക് താൽക്കാലിക തൊഴിലും ഈ കാലയളവിൽ ലഭിക്കും. വാടക കരാർ ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ മസ്കറ്റ് നഗരസഭയുടെ നടപടി. കെട്ടിട ഉടമകളുടെയോ വാടകക്കാരുടെയോ ഭാഗത്തു നിന്നും കരാറുകൾ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായാൽ 1111 എന്ന നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണെന്നും നഗരസഭ പ്രസ്താവനയിൽ അറിയിച്ചു. വാടക കരാർ രജിസ്റ്റർ ചെയ്യുന്നതിന് ഈ വർഷം ആദ്യത്തോടെ ഓൺലൈനിലും മസ്കറ്റ് നഗരസഭ സൗകര്യം ഒരുക്കിയിരുന്നു. നഗരസഭ ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവാക്കപ്പെടും. രജിസ്ട്രേഷൻ ഡിജിറ്റൽവൽക്കരിക്കുന്നതിലൂടെ കെട്ടിട ഉടമയും ഉപഭോക്താവും തമ്മിലുള്ള ഇടപാടുകളും എളുപ്പമാക്കിയിരിക്കുകയാണ്. തുടക്കത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം പുതിയ താമസ വാടക കരാറുകളിൽ മാത്രമാണുള്ളത്. വ്യക്തികളുമായുള്ള കരാറുകൾക്ക് മാത്രമാണ് നിലവിൽ ഓൺലൈൻ സേവനം ലഭ്യമാക്കുന്നത്. കമ്പനികൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കുമുള്ള കരാർ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ നേരത്തെയുള്ള രീതിയിൽ തുടരും. ഇലക്ട്രോണിക് സർട്ടിഫൈഡ് ലീസ് കരാറുകൾ ജുഡീഷ്യൽ ബോഡികൾ ഉൾപ്പെടെ വിവിധ അധികാരികൾ ഔദ്യോഗിക രേഖകളായി പരിഗണിക്കും. കോടതികളിലെ വ്യവഹാര നടപടികൾ എളുപ്പമാക്കുന്നതിന് ശ്രമങ്ങൾക്കൊപ്പമാണിത്. അതേസമയം വ്യക്തമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ വാടകക്കാരൻ്റെയും കെട്ടിട ഉടമയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഉണ്ടാവുക. മാത്രമല്ല, മസ്കറ്റ് ഗവർണറേറ്റിലെ പാർപ്പിട വാണിജ്യ വസ്തുക്കളുടെ വാടക ഡാറ്റാബേസ് നിർമ്മിക്കാനും ഇത് സഹായിക്കും. മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റിലെ ഇലക്ട്രോണിക് എഗ്രിമെന്റ് ഫോം പൂരിപ്പിച്ച് വാടക കരാർ രജിസ്റ്റർ ചെയ്യാം. വാടക കരാർ ദീർഘിപ്പിക്കാനുള്ള സേവനം മസ്കറ്റ് മുനിസിപ്പാലിറ്റി വെബ്സൈറ്റിലും ബലദിയത്തി ആപ്പിലും സനത് ഓഫീസുകളിലും ലഭ്യമാണ്. നേരത്തെയുള്ള കരാറിന്റെ നമ്പർ മാത്രം നൽകിയാൽ മതിയാകും. കരാർ കാലയളവിന്റെ ഇടയിൽ വാടക വർദ്ധിപ്പിക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സാധിക്കും. വാടക കാലയളവ് കഴിഞ്ഞിട്ടോ ഓരോ 3 വർഷം കൂടുമ്പോഴോ മാത്രമേ വാടക വർദ്ധിപ്പിക്കാവൂ. വാടക കരാർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും 50 റിയാലിനും 500 റിയാലിനും ഇടയിൽ പിഴ ഈടാക്കുകയും ചെയ്യും. 24 മണിക്കൂർ മുതൽ 6 മാസം വരെ ജയിൽ ശിക്ഷയും ഉണ്ടാകും. വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് ഉറപ്പാക്കാൻ മുനിസിപ്പാലിറ്റിയിലെ അർബൻ ഇൻസ്പെക്ഷൻ വകുപ്പുകൾ പരിശോധന നടത്തുന്നുണ്ട്. കരാറിൽ പറഞ്ഞത് പ്രകാരമുള്ള വാടക നൽകുന്നില്ലെങ്കിൽ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ കെട്ടിട ഉടമയ്ക്കും അപേക്ഷിക്കാവുന്നതാണ്.